ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വഖർന ഫീ ബുയൂതികുൻ വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല ഭാഗമാണ് പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്ത് നൽകുന്ന കൽപ്പനയാണത്. ഇതിൻ്റെ തൊട്ടുമ്പത്തെ ആയത്തിൽ യാ നിസാ അൻ നബി ലസ്തുന്ന കഅഹദി മിനൻ നിസാഇ ഇൻ ഇത്തഖൈതുൻ ഫലാ തഖ്ദഅന ബിൽ ഖൗലി വഖുൽന ഖൗലൻ മഅറൂഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ നിസാ അൻ നബി എന്ന് വിളിച്ചിട്ട് നൽകുന്ന കൽപ്പനകളാണ്. അതിൽ പറഞ്ഞത് ലസ്തുന്ന കഅഹദി മിനൻ നിസാ ഫലാ തഖ്ദഅന ബിൽ ഖൗൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരം നടത്തുമ്പോൾ അതിൽ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഈ പരപുരുഷന്മാരിൽ പിന്നെ സ്വാധീനം ചെലുത്തുമാർ അല്ലെങ്കിൽ അവരെ വശീകരിക്കുമാർ ചുണുങ്ങി സംസാരിക്കരുത്. പിന്നെ ഫയത്മഅല്ലദി ഫി ഖൽബിഹി ഖൽബുൻ ഫയത്മഅല്ലദി ഫി ഖൽബിഹി മർദുൻ. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിൽ രോഗമുള്ളവർ അവരിൽ മോഹം ഉണ്ടാകും. എന്നിട്ട് പറയുന്ന അടുത്ത കൽപ്പന വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ മഅറൂഫായ വാക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞു. ആ തുടർച്ചയിലാണ് പറയുന്നത് യാ നിസാ അൻ നബി എന്ന് പറഞ്ഞിട്ട് വഖർന ഫീ ബുയൂതികുൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പിന്നെ ഒതുങ്ങി കഴിയുക, പൂണ്ട് കഴിയുക എന്നുള്ളത്. വഖർന, അവിടെ കർണ എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചു, അതിൻ്റെ പ്രയോഗം ഇങ്ങനെ വന്നതെന്നുള്ളത്. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ ബൈത്തുകളിൽ നിങ്ങൾ ഒതുങ്ങി കഴിയുക. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. ഇവിടെ തബറജ്ന എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു തബറുജ് എന്ന് പറഞ്ഞെങ്കിൽ അതാണ് നമ്മൾ പറഞ്ഞ ഇവിടെ എഴുതിയത്, നമ്മൾ അവസാനം എഴുതിയത്. തബറുജ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, അത് പിന്നെ പ്രകടിപ്പിക്കലാണ്, വെളിവാക്കലാണ് തബറുജ്. ബുർജ്, ബുറൂജ് ഒക്കെ അതിന് വന്നാണ്. ബുർജിൻ്റെയും ബുറൂജിൻ്റെ ഒക്കെ പ്രത്യേകത തെളിഞ്ഞു കാണും, പുറമേക്ക് കാണും എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശം വലാ തബറുജ്ന എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യങ്ങളെ പ്രകടിപ്പിക്കരുത്. ആ ക്രിയ തബറുജ് എന്നുള്ളത് തക്കല്ലുഫിനെയാണ് അറിയിക്കുന്നത്. തക്കല്ലുഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ടുള്ള കൃത്രിമത്വം, അതാണ് അതറിയുന്നത്. സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിനുള്ള കൃത്രിമത്വം അത് നിങ്ങളിൽ നിന്നുണ്ടാകരുത്. വലാ തബറുജ്ന വലാ തബറജ്ന, നിങ്ങൾ സൗന്ദര്യം പ്രകടിപ്പിക്കരുത്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, അൽ ജാഹിലിയ്യത്തിൽ ഊലായുടെ തബറുജ് അത് നിങ്ങൾ നടത്തരുത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് അൽ ജാഹിലിയ എന്ന് പറഞ്ഞത്? ജാഹിലിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് ജഹലിലേക്ക് ചേർത്താൻ നമ്മളെന്ന്. ജഹൽ എന്ന് പറഞ്ഞെങ്കിൽ അറിവില്ലായ്മയാണ്, അവിവേകമാണ്. അറിവില്ലായ്മയും അവിവേകവുമാണ് ജഹൽ. അതിലേക്ക് ചേർത്താണ് ജാഹിലിയത്ത്. നമ്മൾ പറഞ്ഞത് ജാഹിലിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അവർക്ക് അറിവുണ്ടായിരുന്നു, പക്ഷേ അള്ളാഹിനെക്കുറിച്ച് വേണ്ടത്ര, ദീനിനെ കുറിച്ച് വേണ്ടത്ര അറിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. ഉപകാരപ്രദമായ ജ്ഞാനം അവർക്ക് വേണ്ടത്ര ഉണ്ടായിരുന്നില്ല എന്നർത്ഥത്തിൽ. പിന്നെ അവരുടെ അവിവേകം നമ്മൾ പറഞ്ഞു. അതാണ് ഈ ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുന്നതിന് മുമ്പുള്ള കാലമാണ്. ആ കാലഘട്ടത്തിൻ്റെ ഒരു വിഷയമാണ് ഇവിടെ അൽ ജാഹിലിയത്ത്. വിശുദ്ധ ഖുർആനിൽ ജാഹിലിയത്ത് ഇതേപോലെ പ്രയോഗിച്ചിട്ടുണ്ട്. ഓരോരുത്തർ പറഞ്ഞത് വന്നൽ ജാഹിലിയ എന്നാണ്. ജാഹിലിയത്തിൻ്റെ ഊഹം, വിചാരം. ഓരോരുത്തർ പറഞ്ഞത് ഹുക്മൽ ജാഹിലിയ എന്നാണ്. അതുപോലെ വേറൊരിടത്ത് പറഞ്ഞത് ഹമിയത്തുൽ ജാഹിലിയ എന്നാണ്. തദുന്നൂന ബില്ലാഹി വന്നൽ ജാഹിലിയ, യദുന്നൂന ബില്ലാഹി വന്നൽ ജാഹിലിയ അഫ ഹുക്മൽ ജാഹിലിയത്തി യബ്ഗൂന എന്നല്ലേ, അഫ ഹുക്മൽ ജാഹിലിയ. പിന്നെ അതേപോലെ തന്നെ ഹമിയത്തുൽ ജാഹിലിയ, സൂറത്തുൽ ഫതഹിൽ പറഞ്ഞില്ലേ ഹമിയത്തുൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിൻ്റെ ആ ഒരു പിന്നെ വികാരപ്രകടനം, വാശി, ജാഹിലിയത്തിൻ്റെ വിചാരം, ജാഹിലിയത്തിൻ്റെ വിധി, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ വന്നു അലൈഹിസ്സലാം. അതേപോലെ ഒരു പ്രയോഗമാണ് തബറുജൽ ജാഹിലിയ, ജാഹിലിയത്തിൻ്റെ തബറുജ് എന്നാണ് സൗന്ദര്യം പ്രകടിപ്പിക്കൽ, സൗന്ദര്യം വെളിവാക്കൽ. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ജാഹിലിയത്തിലേക്ക് ചേർത്തിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വന്ന്, ഹുക്മ്, ഹമിയത്ത്. ഇവിടെ തബറുജ്
തബറുജൽ ജാഹിലിയ എന്ന് പറഞ്ഞത്. എന്ത് ഈ തബറുജുൽ ജാഹിലിയ? അതേപോലെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഹിലിയത്തിൽ ഊല എന്ന് പറഞ്ഞത്? അങ്ങനെ ജാഹിലിയത്ത് ഊല ഉഖ്റ അങ്ങനെ ഉണ്ടോ? ഒന്നാം ജാഹിലിയത്ത്, രണ്ടാം ജാഹിലിയത്ത് അങ്ങനെ ഉണ്ടോ? ചില പണ്ഡിതന്മാർ പറഞ്ഞാൽ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുന്നതിന് മുമ്പുള്ള കാലഘട്ടം അൽ ജാഹിലിയത്തുൽ ഊല, അതേ ഒരു ജാഹിലിയത്ത് ഇനി വരാനുണ്ട്. അത് പിന്നീട് പിൽക്കാലങ്ങളിൽ അറിവില്ലായ്മയും അതേപോലെ അവിവേകവും നയിക്കുന്ന ഒരു കാലം വരാനുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സൂചനയാണ് ഇവിടെ എന്ത് അൽ ജാഹിലിയത്തുൽ ഊല എന്ന് പറഞ്ഞത്. അങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞ അങ്ങനെയല്ല. അല്ല, ഇവിടെ ഉദ്ദേശം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായതിന് തൊട്ട് മുമ്പുള്ള കാലം, അതേപോലെ തന്നെ പുരാതനമായിട്ടുള്ള ജാഹിലിയത്ത്. ചിലരത് പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കാലം ഇടയിലുള്ള കാലം, ചിലർ ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമയും നൂഹ് അലൈഹി സ്വലാമിൻ്റെ ഇടയിലുള്ള കാലം, ചിലരത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള കാലം. ഇങ്ങനെയൊക്കെ ഇതിനെ തിരിച്ചിട്ടുണ്ട്. ജാഹിലിയത്തുൽ ഊല അതാണ്. പിന്നെ ജാഹിലിയത്തുൽ ഉഖ്റ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായതിനു മുമ്പുള്ള കാലം. ചിലർ ജാഹിലിയത്തുൽ ഊല എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ മർത്തബയാണ്. മർത്തബ എന്ന് പറഞ്ഞാൽ എന്താ? ജാഹിലിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള ജാഹിലിയത്തുണ്ട്, പറ്റ ജാഹിലിയത്തുണ്ട്, താരതമ്യേന താണ നിലവാരത്തിലുള്ള ജാഹിലിയത്തുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന ജാഹിലിയത്തുൽ ഊല, ആ മഹാജാഹിലിയത്ത്, വലിയ ജാഹിലിയത്ത്, അതിൻ്റെ സൗന്ദര്യപ്രകടനം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നാണ് അള്ളാഹു പറയുന്നത് എന്ന്. ചിലരിത് കാലത്തെ വിശേഷിച്ചുകൊണ്ട്, ചിലരിത് ആ ഒരു ദറജയെ പരിഗണിച്ചുകൊണ്ട് എന്നൊക്കെയാണ് അത് പറഞ്ഞത്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പറയണം, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങി കഴിയുക, വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തുൽ ഊല, ജാഹിലിയത്തുൽ ഊലയിലെ തബറുജ്, ഈ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. വലാ തബറജ്ന. ഈ ജാഹിലിയത്തുൽ ഊലയിൽ എന്തായിരുന്നു സ്ത്രീകളുടെ സൗന്ദര്യ പ്രകടനം? അതാണ് ചിലർ പറഞ്ഞത്, പുരുഷന്മാരുടെ മുന്നിൽ സ്ത്രീകൾ നടക്കുമായിരുന്നു. പുരുഷന്മാരുടെ മുന്നിൽ സ്ത്രീകൾ നടക്കുമായിരുന്നു. അതായിരുന്നു പിന്നെ അന്നത്തെ സ്ത്രീകളുടെ പ്രത്യേകത. അത് പുരുഷന്മാർ വശീകരിക്കപ്പെടും വിധം. ചിലർ പറഞ്ഞത് അന്ന് സ്ത്രീകൾ പുരുഷന്മാർക്കിടയിൽ കുലുങ്ങി പിന്നെ കൊണിഞ്ഞ ആർക്കറിയില്ലേ, ആ രീതിയിൽ തക്കസ്സുറായിട്ട് നടക്കുമായിരുന്നു പുരുഷന്മാർക്കിടയിൽ. അതാണ് എനിക്കുള്ളത് ഇമാം മുജാഹിദിൻ്റെ അഭിപ്രായത്തോണ്ട്, അല്ലെങ്കിൽ ഖത്താദ. ചിലർ പറഞ്ഞത് അങ്ങനെയല്ല, തലയിൽ തട്ടിട്ടുണ്ടെങ്കിൽ അത് മുന്നിലേക്ക് തൂക്കുകയോ, മുന്നിൽ ഈ കഴുത്തിലെ ആഭരണങ്ങളോ കാണാത്ത വിധം അതിനെ എന്തുമായിരുന്നില്ല, ഇങ്ങനെ മുന്നിലേക്ക് മറക്കുമായിരുന്നില്ല. പ്രത്യുത തലയിൽ തട്ടിട്ട് ബാക്കിലേക്ക് തൂക്കുമായിരുന്നു. അതാണ് പലരും പറഞ്ഞത്. തലയിൽ തട്ടിടും, എന്നിട്ടത് ബാക്കിലേക്ക് തൂക്കുമായിരുന്നു. അപ്പോൾ അവരുടെ കഴുത്തിലെ ആഭരണങ്ങൾ കാണും, അതേപോലെ തന്നെ അവരുടെ കഴുത്തും കാണും, മാറുഭാഗം കാണും. അങ്ങനെ വസ്ത്രം ധരിച്ച് നടക്കുമായിരുന്നു ജാഹിലിയത്തിൽ സ്ത്രീകൾ. ആ സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നാണ്. അതുകൊണ്ടാണ് വലിയദ്രിബിന ബിഖുമുരിഹിന്ന അല ജിയൂബിഹിന്ന എന്നുള്ള പറഞ്ഞത്. സ്ത്രീകൾ അവരുടെ ഖിമാർ എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രം, തലയിലിടുന്ന തട്ടം, അത് വലിയദ്രിബിന അല ജിയൂബിഹിൻ, അവരവരുടെ മാറിലേക്ക് തൂക്കിടാൻ പറഞ്ഞില്ലേ, നന്നായി മറയും വിധം. അതാണ് യദ്രിബിന എന്ന് പറഞ്ഞത്. തലയിലിടുന്ന തട്ടം അവർ മാറിലേക്ക് മറച്ചിടാൻ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കാരണം എന്താ, ഈ തലയിൽ തട്ടിടുമായിരുന്നു, എന്നിട്ട് അതെന്തായിരുന്നു, പുറകേക്ക് തൂക്കിയിടുമായിരുന്നു, മാറും, അതേപോലെ കഴുത്തും, അതേപോലെ തന്നെ മാല, ഇതൊക്കെ കാണുന്ന രീതിയിൽ ജാഹിലിയത്തിലെ സ്ത്രീകൾ. അതാണ് ഇവിടെ തബറുജൽ ജാഹിലിയത്തിൽ ഊല എന്ന് പറഞ്ഞത്. അപ്പോൾ ജാഹിലിയത്തിലെ സ്ത്രീകൾ അവർ തലയിൽ തട്ടിടുമായിരുന്നു, പക്ഷേ അത് പുറത്തേക്ക് തൂക്കുമായിരുന്നു. ഇന്ന് പണ്ടത്തെ കാലത്തെ ജാഹിലിയത്തിനേക്കാൾ മോശമായിട്ടാണ് മുസ്ലിം സ്ത്രീകൾ പലരും തലയിൽ തന്നെ തട്ടല്ല, പലരും തട്ടം ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് തട്ടം ധരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇതാണ്. അന്ന് കാലങ്ങളിൽ കഴുത്തിലെ മാല ഇതൊക്കെ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് പിന്നെ
ഈ മാറിൻ്റെ പല ഭാഗങ്ങളും കാണുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളാണ്. ആഭരണങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, തലയിൽ ആഭരണം ധരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, തലയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിന്നെ എന്ത് ചെയ്യും, ഒന്നുകിൽ പുറത്തേക്ക് തൂക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കഴുത്തിലേക്ക് വരിഞ്ഞു കെട്ടും. ഈ മാറും ആഭരണമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ജാഹിലിയത്തിനേക്കാൾ പലപ്പോഴും അതപ്പതിച്ച രീതിയിൽ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നൊരു കാലം വന്നു എന്നുള്ളതാണ്. അതാണ് ജാഹിലിയത്തുലൂല. അതും പിന്നെ ജാഹിലിയത്തുലൂല എന്ന് പറഞ്ഞ ഉഖ്റ എന്ന് പറഞ്ഞെങ്കിൽ പിൽക്കാലത്ത് വരാനിരിക്കുന്ന ജാഹിലിയത്തും എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം. അല്ല കുല്ലി ഇവിടെ വഖർന ഫി ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല എന്ന് പറഞ്ഞ് ജാഹിലിയത്തിൽ ഊലയിൽ സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിക്കുമായിരുന്നു. അതുപോലത്തെ സൗന്ദര്യ പ്രകടനങ്ങൾ അത് നിങ്ങളിൽ നിന്നുണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് വിലക്കി വീടുകളിൽ അവരൊതുങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു മസാല, ഈ വീടുകളിൽ ഒതുങ്ങുക എന്നുള്ളത് ഇത് ഈ കൽപ്പന ഉണ്ടല്ലോ, അത് വുജൂബിനാണ്. വഖർന കർണ എന്നുള്ളത് കൽപ്പനയാണ്. ആ കൽപ്പന വുജൂബിനാണോ നിർബന്ധത്തിനാണോ? അതല്ല, അതിന് നിർബന്ധ ഭാഷ അല്ലേ? അത് ഫുഖാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ പോലും അത് മനസ്സിലാക്കുന്നതിൽ പിന്നെ അതിന് നിർബന്ധ സ്ഥലത്തിനല്ല എന്ന് മനസ്സിലാക്കിയവരുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ 2 പേർ, ഒന്ന് സൗദ ബിന്ത് സംഅ അൽ ആമിരിയ, മറ്റൊന്ന് സൈനബ് ബിന്ത് ജഹ്ഷ്. ഈ 2 പേർ അവർ വീടുകളിൽ നിന്ന് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഇറങ്ങിയിട്ടില്ല. അതേസമയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ ഇവർ ഇറങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജിന് പോയിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാ അവർ റസൂലുള്ളാഹിൻ്റെ കൂടെ എല്ലാ ഭാര്യമാരും ഉണ്ടല്ലോ, എല്ലാ ഭാര്യമാരും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹജ്ജ് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇൽസംന അൽ ഖുസ്ർ, അല്ലെങ്കിൽ ഇൽസംന ബുഹൂർ അൽ ഖുസ്ർ, ഇനി നിങ്ങൾ നിങ്ങളുടെ പായപ്പുറങ്ങളിൽ വിടാതെ കൂടുക എന്ന് പറഞ്ഞു. ഇൽസംന ബുഹൂർ അൽ ഖുസ്ർ, നിങ്ങൾ നിങ്ങളുടെ പായകളിൽ, നിസ്കാരപ്പായയിലുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് പായകളിൽ ഒതുങ്ങിക്കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, വീട്ടിൽ ഒതുങ്ങിക്കൂടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹജ്ജിനൊക്കെ പുറപ്പെടുന്ന റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ, റസൂലുള്ളാഹിൻ്റെ വിയോഗശേഷം അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ഇവരുടെ കൂടെയൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ട്. പക്ഷേ ഇവരെ ഹജ്ജിന് വേണ്ടി വിളിക്കുമ്പോൾ അവർ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് ഞങ്ങളുടെ പായകളിൽ കഴിഞ്ഞുകൂടാനാണ് പറഞ്ഞത്. ഇനി ലാ തുഹർരികുനാ ദാബത്തുൻ, വലൈക്കും സലാം, ഇനി ഒരു ദാബത്തും എന്ന് പറഞ്ഞാൽ യാത്രാമൃഗവും ഞങ്ങളെ ചലിപ്പിക്കൂല, ഞങ്ങളെ കൊണ്ടുപോകില്ല, അനക്കൂല എന്ന് പറഞ്ഞിട്ട് അവർ മരിക്കുവോളം അവരുടെ ഹുജറകളിൽ കൂടുക ചെയ്തത്, കഴിഞ്ഞുകൂടാണ് ചെയ്തത്. അതേസമയം ഈ ആയത്ത് ഇറങ്ങിയതിൽ പിന്നെ വഖർന ഫി ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തുൽ ഊല എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഒരിക്കൽ സൗദ റളിയല്ലാഹു തആല അൻഹ പിന്നെ അവർ മലമൂത്ര വിസർജന ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് പുറത്തു പോകണമല്ലോ. കാരണം അവർ എല്ലാവരുടെ വീട്ടിലും എന്തില്ല ഈ സംവിധാനമല്ല. അപ്പോൾ അതിനവർ എന്ത് ചെയ്യും, രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് പോകും, പുറത്തിറങ്ങും. രാത്രി സമയങ്ങളാണ് പുറത്തു പോകുക. പുറത്തു പോകുക എന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഈ ബഖീ ഖബർസ്ഥാൻ്റെ ഭാഗങ്ങൾ കാടാണ്. അപ്പോൾ അവിടേക്കാണ് എന്ത് ചെയ്തിരുന്നത്, പോയിരുന്നത്. അപ്പോൾ ഒരിക്കൽ പിന്നെ സൗദ റളിയല്ലാഹു തആല അൻഹ പുറത്തു പോകുമ്പോൾ അവരെ ഉമറിന് മനസ്സിലാക്കാൻ പറ്റി പെട്ടെന്ന്. കാരണം സൗദ റളിയല്ലാഹു തആല അൻഹ വലിയ തടിച്ച നീളമുള്ളൊരു സ്ത്രീയായിരുന്നു. നീളമുണ്ട്, നല്ല തടിയുള്ളൊരു സ്ത്രീയായിരുന്നു, മഹദിയായിരുന്നു. അപ്പോൾ അവർ പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അവരോട് ഒച്ചട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൗദ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, നിങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ അള്ളാഹു പറഞ്ഞതല്ലേ വഖർന ഫീ ബുയൂതികുന്ന. അപ്പോൾ അവർ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ ഈ വിഷയം സംസാരിച്ചു. അവർ പറയുന്നത് റസൂലുള്ളാഹിൻ്റെ കയ്യിലൊരു ഇറക്കുണ്ടായിരുന്നാണ്, ഒരു മാംസം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക റസൂലുള്ള. അപ്പോഴാണ് ഞാൻ വന്നിട്ട് പറയണത്, ഇങ്ങനെ ഉമർ ഞങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, വാക്ക് പറഞ്ഞ് ഉമർ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിൽ കാണാം, ആ ഇറച്ചി നിസാസമ്മതങ്ങൾ കഴിക്കുന്നത് തിന്ന് തീരാൻ ഒഴിവുണ്ടായില്ല. അപ്പോഴത്തേക്ക് വഹി ഇറങ്ങി, അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കിയത്, ഇന്നല്ലാഹ ഖദ് ജഅല ലകുന്ന റുഖ്സതൻ
ഫിൽ ഖുറൂജി ലി ഹവായിജികുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇളവ് നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പുറപ്പെടാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ വീട്ടാൻ നിങ്ങൾ പുറപ്പെടുന്നതിന് നിങ്ങൾക്ക് അള്ളാഹു റുഖ്സ നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു നിങ്ങൾക്ക് റുഖ്സ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സൗദയോട്. അപ്പോൾ ഇന്ന് മനസ്സിലായി എന്ത്, ഈ വഖർന ഫീ ബുയൂതികുന്ന, വീടുകളിൽ ഒതുങ്ങി കഴിയണം എന്ന് കൽപ്പിച്ചതിൽ എന്തുണ്ട്, ചില വിഷയത്തിൽ ഇളവുണ്ട്. അതെന്താണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറപ്പെടുക എന്നുള്ള വിഷയം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ആവശ്യമാണ് എങ്കിൽ ദൈവമായിരുന്നു അവർക്ക് ആവശ്യങ്ങളുള്ള വിഷയങ്ങളിൽ പുറത്തു പോകുമായിരുന്നു. അതില്ല എങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം അവർക്ക് വീട്ടിൽ തന്നെ നിർവഹിക്കാനുള്ളത് ആണെങ്കിൽ അത് അവർ ചെയ്യുമായിരുന്നു. അതിൽ പെട്ടതാണ് ഇപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹം അഖീഖിലാണ് മരണപ്പെട്ടത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയും റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരും പറയാണ് ജനാസ ഹുജറകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ, ജനാസ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാണ്, അവരുടെ വീട്ടിൽ. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആലാൻ്റെ വീട്ടിൻ്റെ മുന്നിലേക്ക് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ ജനാസക്ക് നിസ്കരിച്ച് അവിടെ വെച്ചിട്ട് അവർ ജനാസക്ക് നിസ്കരിച്ചു. കാരണം എന്താ, അവർ കഴിഞ്ഞിടത്തോളം വീട്ടിൽ ഒതുങ്ങി കഴിയണം എന്നുള്ളതാണ്, സാധ്യമാകുന്ന വിഷയങ്ങളിലൊക്കെ വീട്ടിൽ ഒതുങ്ങി അവിടെ വെച്ച് നിർവഹിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പതിവ്. അതേസമയം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വിഷയങ്ങൾ വരികയാണെങ്കിൽ ഇപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗത്ത് കിടന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ രോഗം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് മരണവേളയിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ സംസാരിച്ചത് നമ്മൾ ഹദീസിൽ വായിക്കുന്നുണ്ട്. ലഅംറു കമാ യുഗ്നി സറാഉ അനിൽ ഫത ഇദാ ഹശറജത് യൗമുൻ വദാഖ ബിഹ സദ്റു എന്നുള്ള കവിത ആയിഷ റളിയല്ലാഹു അൻഹയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചൊല്ലുന്നത്. അതായത് പിന്നെ ഈ ശ്വാസം തൊണ്ടയിൽ കൊടുങ്ങുകയും നെഞ്ചിടുകയും ചെയ്യുന്നൊരു സമയം വന്നിട്ടുണ്ടെങ്കിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും ഒരു മനുഷ്യനത് ഉപകരിക്കില്ല എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്യാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു കവിത ചൊല്ലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. മരിക്കാൻ വാപ്പ രോഗത്തിൽ പറ്റ ക്ഷീണിതനായിട്ട് കിടക്കും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നുണ്ട്, മോളെ കൂലി നിങ്ങളിപ്പോൾ ചൊല്ലേണ്ടത് വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ് എന്നുള്ള ആയത്താണ് എന്ന് പറയണം. ആയത്ത് ഓതി ജാഅത് സക്രത്തുൽ മൗത്ത്, മരണവിപ്രാളം, മരണത്തിൻ്റെ സക്രത്ത് വന്നിരിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ആയത്ത് ഓതി കൊടുക്കണം ആര്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷക്ക്. ഇതാണ് നിങ്ങളിപ്പോൾ ഓതേണ്ടതെന്ന് പറയണം. മനസ്സിലായി, അവർ കവിത ചൊല്ലിയപ്പോൾ ഇത് പറയാം. എന്നിട്ട് പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയ്യത്ത്, ഞാനെൻ്റെ പിന്നെ കാലം എടുത്തതായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ പറയുകയും എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഹബീബ ബിന്ത് ഖാരിജ അൽ അൻസാരിയ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഹബീബ ബിന്ത് ഖാരിജ അവർ ഗർഭിണിയാണെന്നും പിന്നെ ഞാൻ വിചാരിക്കുന്നത് ആ ഗർഭത്തിലിരിക്കുന്ന കുട്ടി ഒരു പെൺകുട്ടിയാണെന്നും ഒക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണം ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിക്കണം, ഏറ്റെടുക്കണം എന്ന് ആയിഷയോട് പറയണം, മകളോട് പറയണം, സഹോദരിയെ ഏറ്റെടുക്കാൻ. അങ്ങനെ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ വഫാത്തായി. പിന്നെയാണ് ഹബീബ ബിന്ത് ഖാരിജ പ്രസവിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിചാരിച്ച പോലെ തന്നെ പെൺകുട്ടിയായിരുന്നു. അതിനാണ് ഉമ്മ കുൽസൂം എന്ന് പേരിട്ടത്. ഞാൻ കുട്ടിയെ വളർത്തിയതൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇതൊക്കെ ഇവിടെ നടക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ്. അതവിടുന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിൻ്റെ വിയോഗശേഷം വീട്ടിൽ നിന്ന് പുറത്തു പോയതുകൊണ്ടല്ലേ, വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് നിർവഹിച്ച പിന്നെ വിഷയങ്ങളാണ്. അപ്പോൾ അവിടെ ഈ വഖർന ഫി ബുയൂതികുന്ന എന്നുള്ള കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ വരെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു പോകാം, പിന്നെ അതിൽ കുഴപ്പമില്ല, അതില്ല എങ്കിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുക എന്നുള്ളത് തന്നെ. വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന കഴിയുന്ന വിഷയങ്ങളാണ് എങ്കിൽ അത് വീട്ടിൽ തന്നെ വെച്ച് നിർവഹിച്ച് തീർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ശീലം. അതാണ് ഞാൻ പറഞ്ഞത്, സഅദ് ബിൻ അബി വഖാസിൻ്റെ ജനാസ അവർ വീട്ടിലാണ് നിസ്കരിച്ചത്. അതതിൽ പിന്നെ ഉള്ള ഒരു മസലയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഈ ആയത്ത് ഓതി കൊടുക്കുന്നുണ്ട്, വഖർന ഫീ ബുയൂതികുൻ, അള്ളാഹു നിങ്ങളോട് എടുത്തൊരു കരാറാണ് വഖർന ഫീ ബുയൂതികുൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടുക എന്നുള്ളത്. ഐന ഹാദൽ അഹദ്, ഈ കരാർ എവിടെയാണെന്ന് ചോദിക്കേണ്ട ആയിഷയോട്. അതെവിടെ വെച്ചാൽ ജമൽ യുദ്ധത്തിൽ വഖിയത്തുൽ ജമൽ യുദ്ധത്തിൽ ജമൽ എന്നാണ് എന്താ അർത്ഥം, ഒട്ടകം.
ഈ ഒട്ടകത്തിൻ്റെ പേരെന്താ? ഇതൊരു പ്രത്യേക ഒട്ടകമാണല്ലോ. ആരോ ഒട്ടക അത്? ഈ ഒട്ടക ആരുടെ ഒട്ടക? ഈ ഒട്ടകത്തിൻ്റെ പേരാണ് അസ്കർ. അസ്കർ അസ്കർ എന്ന് പറയുന്ന ഒട്ടകം ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് യഅല ഇബ്നു ഉമയ്യ എന്നവർ വാങ്ങിക്കൊടുത്ത ഒട്ടകമാണ്. ചില 80 ദീനാർ സ്വർണ്ണ നാണയം. 80 ദീനാർ വലിയ സംഖ്യയാണ്. അതിന് ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് യഅല ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന വ്യക്തി വാങ്ങിക്കൊടുത്തതാണ് ഒട്ടകം. ആ ഒട്ടകമാണ് പിന്നെ അസ്കർ. അതാണ് ജമൽ. ഇതിലേക്ക് ചേർത്താണ് ഈ ജമൽ യുദ്ധം, വാഖിയത്തുൽ ജമൽ. മഹാസങ്കടകരമായൊരു വിഷയമാണ്. ഇതിൻ്റെ വിഷയം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ മദീനയിൽ കൊല്ലപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്നവരാരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്നവർ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. മുസ്ലിമീങ്ങളിലെ തീവ്രവാദികളും ഭീകരവാദികളും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുസ്ലിം നാമധാരികളായവർ കൊന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, വധിച്ചത്. അവർ പലരും ഇറാഖിൽ നിന്ന് വന്നു, ചിലർ യമനിൽ നിന്ന് വന്നു, ചിലർ ഈജിപ്തിൽ നിന്ന് വന്നു. അങ്ങനെ അവർ മദീനയിൽ പിന്നെ ഒത്തുകൂടിയിട്ടാണ് ആ ക്രൂരത അവർ ചെയ്തത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നോമ്പുകാരനായിട്ടും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ വീട് ചാടിക്കടന്ന് അവർ ഉസ്മാനെ വധിക്കുകയാണ് ചെയ്തത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ പിന്നെ ഒരു ഖലീഫ വേണ്ടേ, അടുത്ത ഖലീഫ വേണ്ടേ. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു തആല അൻഹു മാർക്കറ്റിലായിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഉബുസുത്തിയതൊക്കെ അങ്ങ് കൈ നീട്ടു, നുബായിക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ അലി റളിയല്ലാഹു സമ്മതിക്കണില്ല. അലി റളിയല്ലാഹു സമ്മതിക്കണില്ല. കാരണം പിന്നെ ഈ അങ്ങാടിയിലേക്ക് വന്ന ആളുകൾ മാത്രമല്ലല്ലോ, വന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഷ്തർ എന്ന വ്യക്തി, ഇങ്ങനെ കുറച്ച് ആളുകളാണ് പ്രമുഖർ. തൽഹ എവിടെ, സുബൈർ എവിടെ, തൽഹ സുബൈർ ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അലി റളിയല്ലാഹു അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആളുകൾ പറഞ്ഞു, അതല്ല പിന്നെ അലിനോട് പറയുകയാണ്, അലി അത് പറ്റൂല. കാരണം എന്താ, ഒരു നേതാവില്ലാത്ത ജനത എന്ന് പറഞ്ഞാൽ പിന്നെ അരാജകത്താണ്. മാത്രമല്ല മദീനയിൽ ഈ ഭീകരവാദികൾ വളഞ്ഞാടുകയാണ്. ഇസ്ലാമിൻ്റെ ഖലീഫ കൊല്ലപ്പെട്ടു. ഇനി എന്താ, ഈ ഖലീഫയുടെ രക്തത്തിന് പകരം ചോദിക്കാൻ ആളുകൾ എഴുന്നേൽക്കും. പിന്നെ അവർ വികാരത്തിലാണ്, ഈ തീവ്രവാദികൾ അവർ ഒറ്റ വികാരത്തിലാണ്. ഈ രണ്ട് വികാരങ്ങൾ അവിടെ ഏറ്റുമുട്ടിയിട്ടില്ലെങ്കിൽ അരാജകത്വം, ഫസാദ്, ഇതൊക്കെ വിചാരിച്ചിട്ട് ഇതിനൊക്കെ ഒതുക്കണമെങ്കിൽ ആര് വേണം, ഖലീഫ വേണം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അങ്ങനെ അഷ്തർ എന്ന് പറയുന്ന വ്യക്തി ആദ്യം അബൂബക്കർ അലിയാർക്ക് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബൈഅത്ത് ചെയ്ത്. പിന്നെ അപ്പോൾ ചോദിച്ചു, തൽഹ എവിടെ, സുബൈർ എവിടെ? തൽഹയും സുബൈറും ചോദിക്കപ്പെടാൻ കാരണം എന്താ? ഇതിനവർ ചോദിക്കുന്നത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികൾപ്പെട്ടവരാണ് തൽഹയും സുബൈറും. അവർ ചോദിക്കുന്നത്. അങ്ങനെ അവരും വന്നു, അവർ ബൈഅത്ത് ചെയ്തു, അലിയാർക്ക് ബൈഅത്ത് ചെയ്തു. അതോടുകൂടി അലി ഖലീഫയായി. അങ്ങനെ ഈ തൽഹയും സുബൈറും റളിയല്ലാഹു അൻഹുമ അവർ അലിയാരോട് പിന്നെ അനുവാദം ചോദിച്ചു. എന്തിന്? അവർക്ക് മക്കയിൽ പോകണം. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹയുള്ളത് എവിടെയാണ്? മക്കത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജിന് പോയിട്ട് മക്കത്താണുള്ളത്. അപ്പോൾ അനുവാദം ചോദിച്ചു. അപ്പോൾ ഇവരെന്തിനാ അനുവാദം ചോദിക്കണത്? എന്തിനാ തൽഹയും സുബൈറും അനുവാദം ചോദിക്കണത്? അവർ അലിയാരോട് അനുവാദം ചോദിക്കണം. അലി അമീറുൽ മുഅ്മിനീൻ എന്ന ഖലീഫയാണ്. ഈ ഖലീഫൻ്റെ സമ്മതപ്രകാരമാണ് അവർ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അങ്ങനെ അവർ മക്കയിൽ പോവാണ്. മക്കയിൽ പോയിട്ട് തൽഹയും സുബൈറും ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദായ വിവരം പറഞ്ഞു, കൊല്ലപ്പെട്ട വിവരം പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രക്തത്തിന് പകരം ചോദിക്കണം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലുന്നവരെവിടെയുള്ളത്? അവർ മദീനയിൽ വെച്ച് കൊല നടത്തിയിട്ട് അവർ ഇറാഖിലേക്ക് പിൻവാങ്ങുകയാണ് ചെയ്തത്, വലിയാണ് ചെയ്തത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു മദീനത്ത്, തൽഹയും സുബൈറും പിന്നെ ആയിഷയും റളിയല്ലാഹു അൻഹുൽ ജമീഅ അവർ മക്കത്ത്. അവരും എന്ത് ചെയ്യാണ്, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരോട് പകരം ചോദിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നതിന് മുമ്പ് ഭരണകാലത്ത് ഈ യഅല ബിൻ ഉമയ്യയെ യമൻ്റെ ഗവർണറാക്കിയിരുന്നു. യഅല ബിൻ ഉമയ്യ. ഈ യഅല ബിൻ ഉമയ്യ വളരെ കരുത്തനാണ്, വലിയ സമ്പന്നനുമാണ്, അവിടുത്തെ അമീറാണ്, യമൻ്റെ അമീർ. അദ്ദേഹം ഹജ്ജിന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ വലിയൊരു പുരുഷാരുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ട് 4 ലക്ഷം ആളുകളെയാണ് അദ്ദേഹം ഇവരുടെ കൂടെ വിട്ടുകൊടുത്തത്. ആരുടെ കൂടെ? ആയിഷ, തൽഹ, സുബൈർ. പിന്നെ കൂടെ ഈ യഅല ബിൻ ഉമയ്യ ഉണ്ട്, ഈ അദ്ദേഹമുണ്ട്.
കാരണം ഉസ്മാൻ്റെ ഘാതകരോട് കണക്ക് ചോദിക്കുക എന്നുള്ളതാണ്. അവർ കുറച്ച് ആളുകളല്ല, ഉസ്മാൻ്റെ ഘാതകർ വലിയ ആൾക്കൂട്ടുണ്ട്, ഈ തീവ്രവാദികൾ. അവരൊക്കെ ഇറാഖിലേക്ക് വലിയാണ് ചെയ്തത് ഈ കൊല നടത്തിയതിന് ശേഷം. അതുകൊണ്ട് അവരെ എതിരിടണമെങ്കിൽ വലിയ പുരുഷാരം വേണം. അതുകൊണ്ട് തന്നെ ഈ വലിയൊരാൾപ്പടയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ 4 പേർ ഇവർ മക്കയിൽ നിന്ന് പോവുകയാണ് എവിടേക്ക്, ഇറാഖിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പോണത്. അപ്പോൾ ഈ യാലബിന് ഉമയ്യ അയാളാണ് എന്ത് ചെയ്തത്, ആയിഷക്ക് റളിയല്ലാഹു തആല അൻഹക്ക് നല്ലൊരു ഒട്ടകത്തെ, അതാണ് അസ്കർ, നല്ലൊരു ഒട്ടകത്തെ മേടിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. അത് നിസ്സാര വിഷയമല്ല. അവരുടെ സുരക്ഷിതത്വവും അവരുടെ നിർഭയത്വവും അവരുടെ യാത്രയും, അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണനയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ അസ്കറിനെ വാങ്ങിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അതിൻ്റെ പുറത്ത് കൊണ്ടുപോകണം. അങ്ങനെ ഈ വലിയൊരു സൈന്യം എന്ത് ചെയ്യാണ്, ഇവർ 4 പേരുടെ നേതൃത്വത്തിൽ പോവുകയാണ്, ഇറാഖിലേക്ക് പോവുകയാണ്. അങ്ങനെ മക്കയിൽ നിന്ന് പോയിട്ട് ഇവർ പിന്നെ ഇറാഖിനോടടുത്തു. അടുത്തപ്പോൾ രാത്രി ഇവർ വിശ്രമിക്കാൻ ഒരിടത്ത് ഇറങ്ങിയപ്പോഴാണ് അവിടുന്ന് നായകൾ ഓരിയിടുന്നത്. ഭയങ്കരമായിട്ട് നായ്ക്കൾ കുരക്കുകയാണ്, ഓരിടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി അപ്പോൾ ആയിഷ ചോദിക്കാണ്, അയ്യുമാ ഇൻഹാദ എന്ന് പറയാണ്. അത് അവിടെ പിന്നെ എന്തുണ്ട്, ഒരു തടാകവും പിന്നെ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്, ഒരു തോട്ടാണ്. അപ്പോൾ പറഞ്ഞു, ഇത് മിയാഹു ബനി ആമിർ, മിയാ ഉൽ ഹൗ അബ് എന്ന് പറയുന്നത്. ഇത് ഹൗ അബ് തടാകമാണ്, ബനു ആമിർ ഗോത്രത്തിൻ്റെ. അപ്പോൾ അവർ ഇറാഖിനോടടുത്ത് എത്തിയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മാ അദുന്നുനി ഇല്ലാ റാജിഅതൻ, ഞാൻ മടങ്ങാണ്, തീർച്ചയായും ഞാൻ മടങ്ങാണ് എന്ന് പറയാണ്. അപ്പോൾ സുബൈർ റളിയല്ലാഹു തആല അൻഹു, തർജിഇ, നിങ്ങൾ മടങ്ങിയേ, ബൽ തഖ്ദിമീൻ ഹത്താ യറാക്കൽ മുസ്ലിമൂൻ, നിങ്ങൾ മടങ്ങാൻ പാടില്ല, നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം, മുസ്ലിങ്ങൾ നിങ്ങളെ കാണട്ടെ. അസല്ലാഹു അൻ യുസ്ലിഹ ബികി ബൈനൽ മുസ്ലിമീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കാരണത്താൽ മുസ്ലിമീങ്ങൾക്കിടയിൽ സുൽഹുണ്ടാക്കും. മുസ്ലിമീങ്ങൾ കാരണം എന്താ, ഇപ്പോൾ 2 കക്ഷികളുണ്ട് ഇറാഖിൽ. ഒരു വിഭാഗം അലിയാരുടെ പക്ഷം നിൽക്കുന്നവർ, മറ്റൊരു വിഭാഗം ഈ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരുടെ പേര് പറഞ്ഞിട്ട് പിന്നെ ഉള്ള ഒരു വിഭാഗം, പിന്നെ അലിയാർക്ക് ബൈഅത്ത് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം, 2 വിഭാഗമുണ്ട്. അപ്പോൾ അവർ 2 ചേരിയായിട്ട് നിൽക്കുകയാണ്. സുബൈർ റളിയല്ലാഹു പറയാണ്, തഖ്ദിമീൻ, നിങ്ങൾ പോകണം, മുന്നിൽ തന്നെ പോകണം, നിങ്ങൾ മടങ്ങരുത്, മദീനത്തേക്ക് പോകരുത്, നിങ്ങൾ ഇറാഖിലേക്ക് മുന്നിടണം, നിങ്ങളെ മുസ്ലിങ്ങൾ കാണട്ടെ, നിങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാക്കും, സുൽഹുണ്ടാക്കും എന്ന് പറയാം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേൾക്കുമ്പോൾ നോക്കി നിങ്ങൾ, അവരുടെ ഉദ്ദേശം എന്താ, അവർ പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരുടെ പേര് പറഞ്ഞിട്ടാണ് പുറപ്പെട്ടത്. പിന്നെ അവർ കേൾക്കുന്നത് ഈ മുസ്ലിമീങ്ങൾ 2 കക്ഷിയായിട്ട് നിൽക്കുകയാണ്, യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവർ ചെന്നിട്ടുണ്ടെങ്കിൽ ഉമ്മല്ലേ വന്നത്, അപ്പോൾ ഉമ്മൻ്റെ പേര് പറഞ്ഞിട്ട് ഉമ്മയെ കാണുമ്പോൾ ഇവർ ഒന്നിക്കും എന്നതാണ് അവർ ആയിഷയോട് പറയുന്നത്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പിന്നെ അവിടുന്ന് അവർ മടങ്ങാൻ ഉദ്ദേശിച്ചത്. കാരണം അവർ പറയാണ്, പിന്നെ മാദുന്നിനി ഇല്ലാ റാജിയാത്തൻ, ഞാൻ മടങ്ങുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ പറഞ്ഞിട്ടുണ്ട്, അയ്യത്തു കുന്ന തംബഹു അലൈഹ കിനാബുൽ ഹൗ അബ്. റസൂലുള്ള ഞങ്ങൾ ഭാര്യമാരായിട്ട് ഇരുന്ന ഒരു നാളിൽ അന്ന് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭാര്യമാരിൽ ആരുടെ നേരെയാണ് ഹൗ അബിലെ നായകൾ ഓരിയിടുക എന്നത് എനിക്കറിയില്ല എന്ന് റസൂലുള്ള അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ അതിൽ ഞാനാണ് ഉദ്ദേശം, ഇപ്പം എൻ്റെ നേരെയാണ് ഹൗ അബിലെ നായ്ക്കൾ ഓരയിടുന്നത്, അതുകൊണ്ട് ഞാൻ മടങ്ങുകയാണ്, ഇത് അപകടമാണെന്നുള്ള നിലക്കാണ് അവർ പറയുന്നത്. അപ്പോഴാണ് സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഇല്ല, ആളുകൾ 2 കക്ഷിയായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾ കാരണത്താൽ അള്ളാഹു അവർക്കിടയിൽ സുൽഹുണ്ടാക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹു വിധേയയാകുകയാണ് ഈ അസ്കറിൻ്റെ പുറത്ത് ഇറാഖിലേക്ക് പോകാൻ. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് അബൂബക്കർ അലി റളിയല്ലാഹു തആല അൻഹു എവിടെയുള്ളത്? അലി റളിയല്ലാഹു അൻഹു മദീനത്താണുള്ളത്. അദ്ദേഹം കേൾക്കുന്നത് എന്താണ്? അദ്ദേഹം ഖലീഫ. ആയിഷ റളിയല്ലാഹു തആല അൻഹ, തൽഹ, സുബൈർ, യാല ഇബ്നു ഉമയ്യ ഇവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ ആൾപ്പട ഇറാഖിലേക്ക് പോകുന്നത് കാണുകയാണ്. ഖലീഫൻ്റെ ബാധ്യതയാണ് എന്ത്? ഇവരവിടെ ഇറാഖിൽ പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ തീവ്രവാദികൾ മടങ്ങിയിട്ടുള്ളത് കൊടുക്കാണ്, ഇറാഖിലേക്കാണ്. റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ്, വിശ്വാസികളുടെ മാതാവാണ്, അത് ഖലീഫൻ്റെ ഉത്തരവാദിത്തമല്ലേ.
അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് 900 റാക്കിബ് ആളുകളെയും കൊണ്ട് പടയാളികളെയും കൊണ്ട് എന്ത് ചെയ്യാണ്, മദീനയിൽ നിന്ന് ഇറാഖിലേക്ക് പോവാണ്. അങ്ങനെ ദീഖാർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ദീഖാർ അവിടെ അലി റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ എവിടേക്കാണ് പോണത്? നിങ്ങൾ കൂടി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായി? പിന്നെ അലി ഒരു പക്ഷത്ത്, ആയിഷ മറുപക്ഷത്ത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോടും തൽഹയോടും സുബൈറിനോടും യുദ്ധം ചെയ്യാൻ വേണ്ടി അലി വരുന്നു എന്നുള്ള പ്രചരണമായിരിക്കും അല്ലേ, നിങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, തൽഹയും സുബൈറും എനിക്ക് മദീനത്ത് വെച്ച് ബൈഅത്ത് ചെയ്തു, ഇറാഖിൽ അവരെന്നോട് എതിരാവുകയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 4 പേരാൽ ഞാൻ പരീക്ഷിക്കപ്പെട്ടു. ഒന്ന് അത്വഉന്നാസ് ലിന്നാസ്, മറ്റൊന്ന് അദ്ഹന്നാസ്, മറ്റൊന്ന് അസ്ജഉന്നാസ്, മറ്റൊന്ന് ഐസറുന്നാസ്. അങ്ങനെയാണ് അലി പറയുന്നത്. അത്വഉന്നാസ് ലിന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഏറ്റവും വിധേയയാകുന്ന ഒരാൾ, ജനങ്ങൾ വഴിപ്പെടുന്ന ഒരാൾ. അതാരാ? ആയിഷ. എല്ലാവരും പറഞ്ഞ കേൾക്കുന്ന ആളാണ് ആയിഷ. അവരാൽ ഞാൻ പരീക്ഷിക്കപ്പെട്ടു. പിന്നെ അസ്ജഉന്നാസ് എന്ന് പറഞ്ഞാൽ സുബൈർ ഇബ്നുൽ അവ്വാം. അതേപോലെ അദ്ഹന്നാസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിരാക്ഷസൻ, അത് തൽഹ. പിന്നെ ഐസറുന്നാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ധനികൻ സമ്പന്നനായ ആൾ, അതാണ് യാല ഇബ്നു ഉമയ്യ. ഈ 4 പേരാൽ ഞാൻ പരീക്ഷിക്കപ്പെട്ടു. ഞാൻ പോവുകയല്ലാതെ, ഖലീഫല്ലേ, എന്ത് ചെയ്യും? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അലി റളിയല്ലാഹു തആല അൻഹു പിന്നെ ദീഖാറിൽ നിന്ന് എവിടേക്ക് പോണത്? ഇറാഖിലേക്ക് പോണത്. എന്താണ് പ്രതീക്ഷ? അത് സംഭവിച്ചു. ഈ അവസരത്തെ നന്നായി ഉപയോഗപ്പെടുത്തി ഉസ്മാൻ്റെ രക്തം ചോദിക്കാൻ വേണ്ടിയിട്ട് തൽഹയും സുബൈറും ആയിഷയും ആലയും വന്നു. അലി റളിയല്ലാഹു തആല അൻഹു അവർക്കെതിരിൽ ഏന്തി വന്നു എന്നുള്ള പ്രചരണം നടന്ന് എന്ത് ചെയ്തു? ഫിത്ന സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖലാസ് അല്ലേ, വിവേകം വഴിമാറും, വികാരം ഭരിക്കും. അത് സംഭവിച്ചു അല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരിൽ അലിയാർ യുദ്ധത്തിന് വന്നു എന്നുള്ള പ്രചരണം. അതേപോലെ തന്നെ ഒരു വിഭാഗം എന്ത് ചെയ്തു? ഖലീഫയാണ്, ഖലീഫയ്ക്ക് വേണ്ടി ആര് എന്നുള്ള ചോദ്യം. മറ്റേ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്, അവർക്ക് വേണ്ടി ആര് എന്നുള്ള വാദം. ഇതൊക്കെ പ്രചരിച്ചതോടുകൂടി തീർത്തും വേദി നിയന്ത്രണ വിധേയമല്ലാതായി, നിയന്ത്രണാതീതമായി. അതുകൊണ്ടാണ് ജമൽ എന്ന ആ വേദനാജനകമായ സംഭവം ഉണ്ടായത്, വലിയ ഫിത്ന ഉണ്ടായത്. പക്ഷെ അവിടെ അലി റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹുവിൻ്റെ പക്ഷമാണ് ശരി, അലി റളിയല്ലാഹുവിൻ്റെ പക്ഷമാണ് അവിടെ ശരി. കാരണം അലി റളിയല്ലാഹു തആല ഇവർ പറയുന്നത് ഉസ്മാൻ്റെ രക്തത്തിന് എന്ത് ചെയ്യാണ്, പകരം ചോദിക്കലാണ്. അലി ഉസ്മാൻ്റെ രക്തത്തിന് പകരം ചോദിക്കുന്നതിനെതിരല്ല. പക്ഷേ ഉസ്മാൻ്റെ രക്തത്തിന് ആരോട് പകരം ചോദിക്കും? 1-2 വിരലിലെണ്ണാവുന്ന ആളുകളല്ലാത്ത ഈ ഭീകരവാദികൾ ധാരാളം ആളുകളാണ്. അതിൽ ആരെങ്കിലും പിടിച്ചു കൊല്ലാൻ പറ്റുമോ? ഉസ്മാനെ ആര് വധിച്ചോ അയാളെയാണ് വധിക്കേണ്ടത്. ആ ഉസ്മാനെ വധിച്ച ആളുകൾ ആരെ കണ്ടെത്തേണ്ടത്? ഉസ്മാൻ്റെ കുടുംബക്കാരാണ്. അവരാണ് ഈ കേസ് ഉയർത്തേണ്ടത്. ഉസ്മാൻ്റെ ഘാതകരെ പിടികൂടിയിട്ട് ഇവരാണ് ഉസ്മാൻ്റെ ഘാതകരെ എന്ന് പറഞ്ഞ് കൊണ്ടുവരണം. ആര്? ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൂട്ടക്കാർ അല്ലേ അവർ. കാരണം അവരെല്ലാം അതിന് സാക്ഷികൾ, അലി അതിന് സാക്ഷിയല്ല. അതുകൊണ്ട് ആരാണ് വധിച്ചത്? വധിച്ച ആളുകളെയാണ് പ്രതിക്രിയ നടത്തേണ്ടത്. ആ പ്രതിക്രിയ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ പിടികൂടിയിട്ട് കേസ് എത്തിക്കണം. അതവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ആരെങ്കിലും പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമായി. കാരണം ഇങ്ങനത്തെ ആളുകളാണ്. അലി റളിയല്ലാഹു എന്ത് ചെയ്യും? അലി റളിയല്ലാഹു അൻഹുവിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഇടപെട്ടിട്ട് ഇതിൽ ഉസ്മാൻ്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കാൻ പറ്റും. അതിനെന്ത് വേണം? രംഗം ശാന്താകണം. ഒരു ഖലീഫ വധിക്കപ്പെട്ടിരിക്കുകയാണ്, അതും അദ്ദേഹത്തെ മൂർന്നറുത്തിരിക്കുകയാണ്. മദീന പ്രക്ഷുബ്ധാണ്, വികാരഭരിതാണ്. അപ്പോൾ ഈ സ്ഥിതി ശാന്താകണ്ടേ? അതിനുവേണ്ടി അലി റളിയല്ലാഹുവിന് വെയിറ്റ് ചെയ്യാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന് ഇനി എന്താണ്, ഇറാഖിലേക്ക് പോയിട്ട് ഈ ഭീകരവാദികളെ ലിസ്റ്റ് ചെയ്ത് അവരിൽ ആരാണ് ചെയ്തതെന്നൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? ശിക്ഷ നടപ്പിലാക്കാൻ. പക്ഷേ ഉസ്മാൻ്റെ ഉസ്മാൻ്റെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? അവരും വികാരഭരിതരാണ്. കാരണം നിരപരാധിയായ ഒരു വ്യക്തിയെ ഇങ്ങനെ ഇവർ വധിച്ച വിഷയം കാരണത്താൽ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ശരി ആരുടെ പക്ഷമാണ്? അലിയാരുടെ നിലപാടാണ് ശരി. സ്ഥിതിഗതികൾ ശാന്തമാകാതെ, ആളുകളെ ഒതുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലായിരുന്നു അലി റളിയല്ലാഹു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഫിത്നകൾ കൊണ്ട് നടന്നപ്പോൾ അതിനാലുണ്ടായ മഹാദുരന്തം അതെപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾക്ക്
വിവേകത്തിൽ തീർക്കാൻ കഴിയുന്ന കേസുകൾ ഒട്ടും വികാരത്തിന് വിട്ടുകൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, ആ വിവേകപ്പുറത്ത് നിന്നിട്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതില്ല എങ്കിൽ നമ്മളുടെ നിയന്ത്രണത്തിനൊക്കെ കാര്യങ്ങൾ പോവും. അത് പിന്നെ അങ്ങാടി ഏറ്റെടുക്കും. അങ്ങാടി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ അങ്ങാടിയിലെ തല്ല് കണ്ടിട്ട് പിന്നെ സങ്കടപ്പെടാൻ നിർവാഹം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം. ഏതായാലും ഇവിടെ നമ്മളുടെ വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹ പുറപ്പെട്ട വിഷയമാണ്. അതാണ് വഖർന ഫീ ബുയൂതികുൻ എന്ന് പറഞ്ഞു. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇറാഖിലേക്ക് എന്തുകൊണ്ട് പുറപ്പെട്ടു എന്നുള്ള വിഷയം, അതവർ പുറപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ പുറപ്പെട്ടത് സുബൈർ പറഞ്ഞില്ലേ, അസല്ലാഹു അൻ യുസ്ലിഹ ബികി ബൈനൽ മുസ്ലിമീൻ, നിങ്ങൾ കാരണത്താൽ അള്ളാഹു മുസ്ലിമീങ്ങൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കും എന്നത് കാരണത്താലാണ് അവരുടെ പുറപ്പാട്. അവർ സുൽഹിന് വേണ്ടിയിട്ടാണ് പുറപ്പെട്ടത്. അതവർ പറയുന്നുണ്ട്. ഈ ജമൽ നടന്നു, യുദ്ധം നടന്നു, ആളുകൾ കൊല്ലപ്പെട്ടു, അവർ കരയാണ്. അവർ പിൽക്കാലങ്ങളിൽ ഭയങ്കരമായിട്ട് ഈ ആയത്ത് ഓതിയിട്ട് കരയുമായിരുന്നു എന്നാണ്. അലി റളിയല്ലാഹു ദീഖാറിൽ നിന്ന് ഹസൻ റളിയല്ലാഹുവിനെയും അമ്മാർ ഇബ്നു യാസിറിനെയും പറഞ്ഞയക്കുന്നുണ്ട്. അമ്മാർ ഇബ്നു യാസിറും ഹസനും ഒക്കെ അലിയാരുടെ കൂടെ ഉണ്ട്. അപ്പോൾ ദീഖാറിൽ അലി റളിയല്ലാഹു എത്തിയപ്പോൾ പിന്നെ പറഞ്ഞയക്കാണ് അവിടേക്ക്, ബസറയിലേക്ക് അമ്മാറിനെയും ഹസനെയും. അങ്ങനെ അമ്മാർ റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് അവിടെ ബസറയിലെ മസ്ജിദിലെ മിമ്പറിൽ നിൽക്കുകയാണ്. ഹസൻ മുകളിൽ, അമ്മാർ താഴെ നിൽക്കുകയാണ്. എന്നിട്ട് അമ്മാർ പറയാണ്, ഹാദിഹി സൗജത്തു നബിയ്യിക്കും ഫിദ്ദുന്യ വൽ ആഖിറ. ആയിഷയെ ചൂണ്ടിയിട്ട് പറയാണ്, ഇത് അമ്മാർ ആരുടെ പക്ഷത്താണ്? അലിയാരുടെ പക്ഷത്താണ്. ഹാദിഹി സൗജത്തു നബിയ്യിക്കും, ഇത് നിങ്ങളുടെ നബിയുടെ ഭാര്യയാണ്. ഫിദ്ദുന്യ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. അപ്പോൾ ഈ ഭാര്യ ആഖിറത്തിൽ എവിടെയാണ്? സ്വർഗത്തിലാണ്. റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ് ഈ ദുനിയാവിലും ആഖിറത്തിൽ, സ്വർഗത്തിലും. അതുകൊണ്ട് ആയിഷ സ്വർഗത്തിലാണ്. പക്ഷേ ഇന്നല്ലാഹ അബ്തലാകും ബിഹ, അള്ളാഹു അവർ മുഖാന്തരം നിങ്ങളെ പരീക്ഷിച്ചിരിക്കുന്നു. ഹൽ തുതിഊനഹു അം ഹി, നിങ്ങൾ അള്ളാഹിനെയാണോ അനുസരിക്കുന്നത് അതല്ല ആയിഷയെയാണോ അനുസരിക്കുന്നത് എന്ന് നോക്കാനുള്ള ഒരു പരീക്ഷണമാണിത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയാണ്, സ്വർഗാർഹയാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ പരീക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് അമ്മാർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണത്, അവിടെ പ്രസംഗിക്കണത്. എന്തിനാണ് ഇത് പറയുന്നത്? റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ്, സ്വർഗത്തിലാണെന്ന് പറയുന്നത് ആളുകൾ ആയിഷയെ അതിൻ്റെ പേരിൽ ദ്രോഹിക്കാതിരിക്കാൻ. പക്ഷേ ശരിയുടെ പക്ഷം ആരാ? ശരിയുടെ പക്ഷം അലിയാണ്. അതാണ് അമ്മാർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്, ആ പ്രസംഗത്തിൽ ധ്വനിപ്പിക്കണത്. അമ്മാർ ആയിഷയോട് പറയുന്നുണ്ട്, ഈ ആയത്ത് ഓതിയിട്ട് വഖർന ഫീ ബുയൂതികുൻ, അള്ളാഹ് ചെയ്ത കരാറല്ലേ, ഈ കരാറിൽ നിങ്ങൾ എവിടെയാണ് അവിടെയാണ് ചോദിക്കുന്നത്. അതൊരു വലിയ പരീക്ഷണമായിരുന്നു. ഫിത്തനകൾ വന്നിട്ടുണ്ടെങ്കിൽ അതാണ്, ആരുടെയും കൈപ്പിടിയിൽ അതൊതുങ്ങില്ല. ഫിത്തന വരാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പുറപ്പാട്. അതെന്തിനായിരുന്നു? അതൊരു വലിയ മസ്ലഹത്ത് അവർ ഉദ്ദേശിച്ചിട്ട്, വലിയൊരു നന്മ ഉദ്ദേശിച്ചിട്ടാണ് അവർ പുറപ്പെട്ടത്. അവർ മുഖാന്തരം തമ്മിൽ ഭിന്നിച്ച് നിൽക്കുന്ന രണ്ട് കൂട്ടർ നന്നാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാണ് അവരുടെ പുറപ്പാടുണ്ടായത്. അത് മഹദി പറയുന്നുമുണ്ട്. ഒരു സുൽഹ് ഞാൻ കാരണത്താൽ ഒരു സുൽഹ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്നതിനാലാണ് ഞാൻ പുറപ്പെട്ടത്. എനിക്കൊന്നത് സെയ്ദ് ബിൻ സൂഹാൻ എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ, ജനങ്ങൾക്കിടയിൽ ഒരു സുൽഹ് ഉണ്ടാകും എന്നതിനാൽ മാത്രമാണ് ഞാൻ പുറപ്പെട്ടത്, ഇറാഖിലേക്ക് പുറപ്പെട്ടത്. ജമലിനെ തുടർന്നുണ്ടായ ആ അവസ്ഥ, അല്ലെങ്കിൽ ജമലിലുണ്ടായ ആ ഒരു യുദ്ധം, അതായിരുന്നു സംഭവിക്കുക എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ പുറപ്പെടുമായിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഏതായാലും പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞു, വഖർന ഫീ ബുയൂതികുൻ, വീടുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടുക എന്ന് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജഅല ലക്കും അർറുഖ്സത ഫിൽ ഖുറൂജ് ലി ഹവായിജികുൻ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറപ്പെടുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ആ പിന്നെ ഇളവുണ്ടല്ലോ, ആ ഇളവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ ചിലർ എന്ത് ചെയ്തിട്ട് വേറിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇളവുണ്ട്, അതുകൊണ്ട് നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ പുറപ്പെടാം എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരൊക്കെ ചിലരൊക്കെ ഹജ്ജിന് അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടിരുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ കണ്ടോ, ഒരു മസ്ലഹത്ത് തന്നിലൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് ഇറാഖിലേക്ക് പുറപ്പെട്ടതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അതില്ല എങ്കിൽ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം തന്നെയാണ് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെല്ലാവരും ജീവിച്ചത്. അവർ ഒതുങ്ങിക്കൂടി
കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. വല തബറജിന തബറുജൽ ജാഹിലിയത്തിൽ ഊല. നമുക്കതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുള്ള ആ കൽപ്പനയിൽ വ അഖിംന സ്വലാത്ത വ ആതീന സകാത്ത വ അതീന അല്ലാഹ വ റസൂലഹു. വ അഖിംന സ്വലാ, നിങ്ങൾ നിസ്കാരം യഥാവിധം നിർവഹിക്കുക, നിലനിർത്തുക. അഖിംന, അവിടെ അഖാമ എന്നതിൻ്റെ ബഹുവചന അല്ല, കൽപ്പനയാണ്. അഖാമ എന്ന് പറഞ്ഞാൽ യഥാവിധം നിർവഹിക്കുക, നിർവഹിച്ചു. അത് ആണിനോടാകുമ്പോൾ അഖിമി സലാ അല്ല പറഞ്ഞ അഖിമി സലാ ലിദുലൂക്കി ശംസ് ഇലാ ഗസഖിൽ എന്നാണ്. അഖീം ആണിനോടാകുമ്പോൾ അങ്ങനെയാണ്. അഖീമ രണ്ടുപേരോട്. അഖീമു സ്വലാത്ത വ ആതു സക. അഖീമു അല്ല പറഞ്ഞ ആണുങ്ങളോടാകുമ്പോൾ അങ്ങനെയാണ്. അഖീമു. കുറേ പെണ്ണുങ്ങളോടാകുമ്പോൾ എന്താ അഖീംന, നിങ്ങൾ സ്ത്രീകൾ നിലനിർത്തുക, യഥാവിധം നിലനിർത്തുക. അഖീംന, നിങ്ങൾ സ്ത്രീകൾ യഥാവിധം നിലനിർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വിളിച്ചിട്ടില്ലേ യാ നിസാ അന്നബി എന്നല്ലേ? അതുകൊണ്ട് അവരോട് പറയണം അഖീംന സ്വലാ, നിങ്ങൾ നിസ്കാരം യഥാവിധം നിലനിർത്തുക. വആതീന സക, നിങ്ങൾ സകാത്ത് നൽകുക, സകാത്ത് നൽകുകയും ചെയ്യുക. ആതീന ഇതേപോലെ തന്നെ ആത, അതാണ് ഇത്. വആതൽ മാല അലാ ഹുബ്ബിഹി, ആത അതിൻ്റെ കൽപ്പനക്രിയാണ്. ആത്തി ഒരാളോട്, ആത്തിയ ആതു കുറേ ആളുകളോട്. ഇവിടെ സ്ത്രീകളോടാകുമ്പോൾ ആതീന, നിങ്ങൾ നൽകുകയും ചെയ്യുക സക്കാത്തിന്. വ അത്തിഅന അല്ലാഹ വ റസൂലഹു. എന്താ അത്തിഅന? ഇവിടെ അതാ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു. അതിൻ്റെ കൽപ്പനക്രിയാണ് അത്തിയ, നീ അനുസരിക്ക്, നീ അനുസരിക്ക്. അത്തിയുള്ളാഹ. സ്ത്രീകളോടാകുമ്പോൾ അത്തിയുന, നിങ്ങൾ സ്ത്രീകളെ അനുസരിക്കുക. അള്ളാഹുവെയും റസൂലഹു, അള്ളാഹിൻ്റെ റസൂലിനെയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പ്രവാചക പത്നിമാരുള്ള കൽപ്പനയാണ്. അഖിംന ആതീന വ അത്തിയുന. ഇവിടെ ഖർന എന്ന് പറഞ്ഞ പോലെ തന്നെ ആതീന അത്തിയുന. സാസമാതങ്ങളുടെ ഭാര്യമാരോടുള്ള കൽപ്പനയാണെങ്കിലും ഇതര സ്ത്രീകൾ എന്താണ് ഇതിൽ ഈ കൽപ്പനകളിലൊക്കെ ഉദ്ദേശമാണ്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറ. ഇവിടുന്ന് ഇല്ല പ്രധാനം ഈ വിധിവിലക്കുകൾ ഉണ്ടല്ലോ, വിധിവിലക്കുകൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹത്തുകളാണ്. അള്ളാഹു അവർക്ക് വരെ എന്ത് ചെയ്യാണ്? കൽപ്പനയാണ്. ഖർന, അഖിംന സ്വലാ, ആതീന സകാ, അത്തിഅന അല്ലാഹ വ റസൂലഹു. ഇവരും തക്ലീഫ് എന്ന് പറഞ്ഞാൽ വിധിവിലക്കുകൾ, അതിന് ബാധ്യസ്ഥരാണ് അവരെത്ര, ഇവരുടെ ദറജ എത്ര, മക്കാം എത്ര ഉയർന്ന, അവരുടെ മക്കാം എത്ര, എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ ആരും എന്തല്ല തക്ലീഫിൽ നിന്ന് മുക്തരല്ല. വിധിവിലക്കുകൾ ബാധകമായവരാണ് അവർക്ക് ബുദ്ധിയുള്ളിടത്തോളം കാലം. പക്ഷേ ഇന്ന് സൂഫിയാക്കൾ പറയുന്നത് എന്താ? സൂഫിയാക്കൾ പറയുന്നത് ഒരു പ്രത്യേക ദർജയ്ക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ വിധിവിലക്കുകൾ ബാധകമല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നിസ്കരിക്കാതെ നടന്നത്, നോമ്പൊൽക്കാതെ റമദാൻ്റെ പകലിൽ ഇങ്ങനെ പൊറാട്ടി ഇറച്ചി തിന്ന് നടന്നതെന്നൊക്കെ ഇവരിങ്ങനെ ഉറുദു വേറെ അറിയുന്നത്, പൊട്ടത്തരം പറയുന്നത്. ഇതിൻ്റെ ഹാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹാല് പിന്നെ ഇല്ല. ബുദ്ധി പോണൊരു ഹാലുണ്ട്, അത് ശരിയാണ്. വാനിൽ മജ്നൂൻ ഹത്താ യഫീഖ്, ഭ്രാന്തായവന് ഭ്രാന്തിൽ നിന്ന് സുഖം പ്രാപിക്കുന്നത് വരെ വിധിവിലക്കുകളില്ല. നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും മാത്രം വിഷയത്തിൽ ഒരു ജദ്ബിൻ്റെ ഹാലും ബാക്കിയുള്ളതിലൊന്നും ജദ്ബിൻ്റെ ഹാലില്ലാത്ത അങ്ങനെ വരുന്നത് അത് ശരിയല്ല. അതൊക്കെ പിന്നെ ഈ ദുർന്യായങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയാണ് ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറ. ഇവിടെ ഇന്നമ അള്ളാഹു ഉറപ്പിച്ച് പറയാണ്, തീർച്ചയായും യുരീദുല്ലാഹ് അള്ളാഹു ഉദ്ദേശിക്കുന്നു ലിയുദ്ഹിബ അൻകും, നിങ്ങളെ തൊട്ട് പോക്കുവാൻ. എന്ത്? റിജിസ്. റിജിസ് എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ. അഹ്ലൽ ബൈത്ത്, അഹ്ലൽ ബൈത്ത് യാ അഹ്ലൽ ബൈത്ത്, അഹ്ലുൽ ബൈത്ത്. അഹ്ലുൽ ബൈത്ത് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നബി കുടുംബം. കുറച്ച് കുറേ വിഷയങ്ങൾ ഇതിൽ പറയാനുണ്ട്. വയുതഹിറകും തത്ഹീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല വയുതഹിറകും, നിങ്ങളെ ശുദ്ധീകരിക്കാനും, നിങ്ങളെ
ശുദ്ധീകരിക്കാനും. തത്ഹീറൻ എന്താ? തത്ഹീറൻ കാമിലൻ, സമ്പൂർണ്ണമായ നിലക്കുള്ള ശുദ്ധീകരണം. സമ്പൂർണ്ണമായ നിലക്ക് നല്ല നിലക്കുള്ള ശുദ്ധീകരണം അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കുവാനും ഉദ്ദേശിക്കുന്നു നബി കുടുംബമേ എന്നാണ്. ഇവിടെ ഈ ആയത്തിൻ്റെ ഈ ഒരു ഭാഗം അവതരിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. ആ ചരിത്രം ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയാണ് നിവേദനം ചെയ്യുന്നത്. ഇമാം അഹ്മദ് മുസ്നദിൽ, ഇമാം തുർമുദി അദ്ദേഹത്തിൻ്റെ സുനനിൽ നിവേദനം ചെയ്യുന്നതാണ്. ആ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഉമ്മു സലമ പറയാണ്, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ബൈത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എൻ്റെ അടുക്കൽ വീട്ടിലായിരുന്നു. റസൂലുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ വീട്ടിലായിരുന്നു. അപ്പോൾ അത്തത് ഫാത്തിമത്തു ബിബുർനത്തിൻ ഫിഹാ ഹസീറ അല്ലെങ്കിൽ ഹസീറ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു കലത്തിൽ ഹസീറ കൊണ്ടുവന്നു. ഹസീറ അല്ലെങ്കിൽ ഹസീറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുതരം സൂപ്പ്, മനസ്സിലായല്ലേ, മാവും മാംസവും ചേർത്തുണ്ടാക്കുന്ന ഒരുതരം ഭക്ഷ്യവസ്തുവാണ് ഹസീറ. അത് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അത് കൊണ്ടുവന്നിട്ട് ഇത് വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് പോയി. ഉമ്മു സലമ റളിയല്ലാഹു തആല ഹുജറയിൽ നിസ്കരിക്കുകയാണ്. ഹുജറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബൈത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റം ഇങ്ങനെ ഒരാൾ ഉയരത്തിൽ ഇങ്ങനെ മറച്ച് കെട്ടിയ അല്ല. റസൂലുള്ളാഹിൻ്റെ എല്ലാ ഭാര്യമാരുടെയും വീടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ബൈത്തും ഉണ്ട്, ബൈത്തിനും ഹുജറയുണ്ട്. വീടിൻ്റെ മുറ്റാണ് ഹുജറ. അതിങ്ങനെ ഒരാൾ ഉയരത്തിൽ ഇങ്ങനെ മറച്ച് കെട്ടിയതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നിസ്കരിക്കുകയൊക്കെ ചെയ്യുക, ആരും പുറത്തുനിന്ന് കാണൂല. അപ്പോൾ ഹുജറയിൽ നിസ്കരിക്കുകയാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഈ ഹസീറ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഹസീറ കൊണ്ടുവന്ന് കലത്തിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു, ഉദഇലി സൗജക്കി വബ്നൈക്കി, പിന്നെ മക്കളെയും ഭർത്താവിനെയും വിളിക്കാൻ പറഞ്ഞു. ഭർത്താവ് ആരാ? അലി. മക്കൾ ഹസൻ ഹുസൈൻ, ഇവരെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അലി റളിയല്ലാഹു വന്നു, ഫാത്തിമ ഹസൻ ഹുസൈൻ ഇവരെയും കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഉമ്മു സലമ പറയാണ്, ഫജലസു യഅകുലൂനൽ ഖസീറ, ഇവരൊന്നായിട്ട് എന്ത് ചെയ്തു, ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് ഇത് തിന്നുകയാണ്, ഈ ഖസീറ തിന്നുകയാണ്. അപ്പോൾ ഉമ്മു സലമ അവിടെ നിസ്കരിക്കുകയാണ്. ഇവർ തിന്നുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറ എന്ന ആയത്ത് ഇറക്കിയത്. ഫഅൻസലല്ലാഹ്, ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു ഏത്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറ. മനസ്സിലായില്ലേ? അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത് ഫജല്ലലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി കിസായിൻ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കിസാവ് കൊണ്ട് ജല്ലലഹും എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാവരെയും 4 പേരെയും ഇങ്ങനെ പൊതിഞ്ഞു എന്നാണ്. പിന്നെ ഒരു പുതപ്പുകൊണ്ട് 4 പേരെന്ന് പറഞ്ഞാൽ അതിലാരുണ്ട്, അലിയുണ്ട്, ഫാത്തിമ ഉണ്ട്, ഹസനുണ്ട്, ഹുസൈൻ ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖറജ യദഹു, ആ പുതപ്പിൽ നിന്ന് തൻ്റെ കൈ പുറത്തിട്ട്, ഇവരെല്ലാവരും ഇങ്ങനെ മൂടിയിട്ടാണ് നിഫ്ലാസുൽ മതങ്ങൾ ഇങ്ങനെ കൈ പുറത്തിട്ട് വിരൽ ഇങ്ങനെ എന്ത് ചെയ്തു, ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തി. അപ്പോൾ അൽവാബി ഉസ്ബുഹി എന്നാണ്, വിരൽ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഹൗലായി അഹ്ലു ബൈത്തി വഖാസതി ഫഅദ്ഹിബ് അൻഹുമുർ റിജ്സ് വതഹിറുഹും തത്ഹീറ. അല്ലാഹുവേ, ഹൗലായി അഹ്ലു ബൈത്തി, ഇവർ എൻ്റെ അഹ്ലു ബൈത്താകുന്നു, വഖാസതി, എൻ്റെ പ്രത്യേകക്കാരാകുന്നു. അതുകൊണ്ട് ഫഅദ്ഹിബ് അൻഹുമുർ റിജ്സ്, ഇവരിൽ നിന്ന് നീ റിജിസ് പോക്കേണമേ, പാപക്കറ നീ പോക്കേണമേ, വതഹിറുഹും തത്ഹീറ, ഇവരെ നീ ശുദ്ധീകരിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. 2 തവണ ദുആ ചെയ്തു ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇതിലിപ്പോൾ ആരാ ഉള്ളത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, ഹസൻ ഹുസൈൻ ഫാത്തിമ അലി റളിയല്ലാഹു അൻഹുൽ ജമീ ഇവർ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ 2 തവണ ദുആ ചെയ്തു. അപ്പോൾ ഉമ്മു സലമ അവരിവിടെ ഇല്ല, ബൈത്തിലില്ല, അവരോടെ ഉള്ളത് ഹുജറയിലാണുള്ളത്. അപ്പോൾ ഉമ്മു സലമ പറഞ്ഞ് അന മഅകും യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ യാ റസൂലല്ലാഹ് അന മഅകും, റസൂലെ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ് ഇന്നക്കി ഇലാ ഖൈരിൻ, ഇന്നക്കി ഇലാ ഖൈരിൻ, എന്താ ഇന്നക്കി ഇലാ ഖൈരിൻ, നിങ്ങൾ വലിയ നന്മയിലേക്ക് പോകുന്ന ആളാണ്, വലിയ ഖൈറ് നേടാൻ പോകുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി അതിൽ ഉൾപ്പെടുത്തിയില്ല, പുറപ്പിലേക്ക് ഉൾപ്പെടുത്തിയില്ല. ഇന്നക്കി ഇലാ ഖൈരിൻ എന്ന് പറഞ്ഞു, നിങ്ങൾ ഖൈറിലാണ്, നബി കുടുംബത്തിലാണ്, ഇലാ ഖൈരിൻ, വലിയ ഖൈറിലേക്കാണ് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അവിടെ എന്തുകൊണ്ടാണ് ഈ പുതപ്പിലേക്ക് ഉമ്മു സലമയെ കൂട്ടാതിരുന്നത്? എന്തുകൊണ്ട്? അതാണ് അലി റളിയല്ലാഹു അൻഹു ഇതിലുള്ളത് കൊണ്ടാണ്. അലി റളിയല്ലാഹു തആല ഇവരെ സംബന്ധിച്ചിടത്തോളം അന്യനാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് കൂട്ടാതിരുന്നത്. മനസ്സിലായത്? അത് ഇതേപോലെ വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹദീസുൽ കിസായിൻ്റെ ഹദീസ് നോക്കിയിട്ടുള്ള ഹദീസ് ഇതല്ല, ഇത് ഉമ്മു സലമയിൽ നിന്ന് നോക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല മറ്റൊരു നിവേദനമുണ്ട്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇത് ഇത് തുർമുദി സുനനിൽ നിവേദനം ചെയ്യണം ഉമ്മു സലമൻ്റെത്, അതുപോലെ ഇമാം അഹ്മദ് മുസ്നദിലും. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹീഹിലാണ്, മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിലാണ്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമിർത്തിൻ മുറഹൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മിർത്തുൻ മുറഹലായിട്ട് പുറപ്പെട്ടു. മിർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുറഹൽ എന്ന് പറഞ്ഞാൽ വരയം പുതപ്പ്. റസൂലുള്ള ഒരു വരയം പുതപ്പ് ഇങ്ങനെ പുറപ്പെട്ടു, ഇങ്ങനെ പൊതിച്ചിട്ട് ഇങ്ങനെ പുറപ്പെട്ടപ്പോൾ ഹസൻ, അപ്പോൾ ജാൽ ഹുസൈൻ, ആദ്യം ഹുസൈൻ വന്നു. ഫഅദ്ഖലഹു റസൂലുള്ളാഹി അതിലേക്ക് ഹുസൈനെ കൂട്ടി. സുമ്മ ജാൽ ഹസൻ, പിന്നെ ഹസന് വന്നു. അപ്പോൾ ഹസനെ അതിലേക്ക് റസൂലുള്ളാഹി ഫഅദ്ഖലഹു അതിലേക്ക് കൂട്ടി. പിന്നെ ഫാത്തിമ എന്ന് റസൂലുള്ളാഹി അവരെ കൂട്ടി. പിന്നെ അലി വന്നു, അപ്പോൾ അലിയാരെ അതിലേക്ക് കൂട്ടി. അപ്പോൾ അവിടെ 4 പേര് ഇതേപോലെ ആ കിസായിൽ വന്നു, പുതപ്പിൽ വന്നു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു എന്നാണ്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരണത്തിൽ ഓതിയെന്നാണ്. അവിടെ അപ്പോഴാണ് ആയത്തിറങ്ങിയത് എന്നുള്ളത് ഇല്ല. പക്ഷെ ഉമ്മു സലമൻ്റെ ഹദീസിൽ അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് അവിടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ആയത്ത് കുറേ വിഷയങ്ങളാണ്. അതിൽ ഒന്ന് ഈ അഹ്ലുൽ ബൈത്ത് ആരാണ്, പിന്നെ ഇതിലുള്ള ഈ റിജ്സ് പോക്കുന്നതും അതേപോലെ ഈ തത്ഹീർ ഇത് എന്താണ്. ഇത് ഉണ്ടല്ലോ ആയത്തു തത്ഹീർ എന്ന പേരിൽ വിശ്രുതാണ്. തത്ഹീറിൻ്റെ ആയത്ത് ഷിയാക്കളാണ് ഇത് ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്നത്. ആയത്തു തത്ഹീറിൻ്റെ വിഷയം അത് പിന്നെ വേറെ മസാലയാണ്. നമുക്കത് ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ്സിൽ അത് വിശദീകരിക്കാം, എന്താണ് തത്ഹീറിൻ്റെ വിഷയം എന്നുള്ളത്. ഇതിലുള്ളൊരു മസാല, ഇവിടെ ഈ അഹ്ലുൽ ബൈത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ ഉദ്ദേശമാണോ അല്ലേ? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ മാത്രമാണോ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ മാത്രമല്ല ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാണ്. എന്തുകൊണ്ട്? ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗലായി അഹ്ലു ബൈത്തി എന്ന് പറഞ്ഞ് കൂട്ടിയത് ആരെയാണ്? അലി, ഹസൻ, ഹുസൈൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹുൽ ജമീ അവരെയാണ്. അപ്പോൾ ഏതായാലും അവർ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരാണ്. പക്ഷേ ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഉൾപ്പെടുമോ ഈ അഹ്ലുൽ ബൈത്തിൽ? അതെ. ഈ അതാണ് അതിൻ്റെ വിഷയം. ഈ ആയത്തിൻ്റെ ക്രമം നോക്കി നിങ്ങൾ. ആയതിന് തൊട്ട് മുമ്പെന്നാ യാ നിസാ അന്നബി, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെ വിളിച്ചിട്ടാണ് ആയത്ത് തുടങ്ങുന്നത്. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദി മിനൻ നിസാഇ ഇൻ ഇത്തഖൈതുന്ന, നിങ്ങൾ ഭാര്യമാർ. അതുകൊണ്ട് തന്നെ ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, അവരോടാണ് നിങ്ങൾ ചിണുങ്ങി സംസാരിക്കരുത്. പിന്നെ ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന, നിങ്ങൾ പറയുക ഖൗലൻ മാറൂഫായ വാക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് വഖർന, നിങ്ങൾ ഒതുങ്ങിക്കൂടുക ഫീ ബുയൂതികുന്ന വലാ തബറജ്ന. എന്താ, അതൊക്കെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരോടാണ് അതിൻ്റെ പ്രഥമ അഭിസംബോധന. ആ കോർവയിലാണ് അഖീംന സലാ വ ആതീന സക്കാ വ ആതീന അല്ലാഹ വ റസൂലഹു. അതിൻ്റെ തുടർച്ചയിലാണ് ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രമത്തിൽ ആര് വന്നു? പ്രഥമമായിട്ട് ഈ അഭിസംബോധനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ വന്നു, ഈ തുടർച്ചയിൽ. മനസ്സിലായില്ലേ? വന്നു. പക്ഷെ അവിടെ ഒരു വിഷയം ഇതാണ്. ഇതെന്താ ഇവിടെയൊക്കെ ഉണ്ടാവും കർണ, സ്ത്രീകളോട് അഭിസംബോധന, അഖിംന, ആതീന, അത്തിയവന. പക്ഷെ ഇവിടെ അൻകും, അതാര നിങ്ങൾ നടന്നെങ്കിൽ അവിടെ ഇതാണിനോടുള്ള അഭിസംബോധന പദം അല്ലേ, യുതഹിറക്കും. അപ്പോൾ അത് കാരണത്താൽ പിന്നെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരല്ല ഉദ്ദേശം, പിന്നെ നബി കുടുംബത്തിലെ മറ്റു ആളുകളാണ് എന്ന് ആണ് അവർ പറയുന്നത്. പക്ഷേ അത് ശരിയല്ല. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു അഹ്ലുൽ ബൈത്ത് വേറുണ്ട്. ആരാ അഹ്ലുൽ ബൈത്ത്? അല്ലാഹ് പറഞ്ഞില്ലേ റഹ്മത്തുള്ളാഹി അലൈക്കും വ ബറകാതുഹു അഹ്ലൽ ബൈത്ത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പറയുന്നത് ആരോടാ? അതഅജബീന മിൻ അംരില്ലാഹ്, അള്ളാഹിൻ്റെ കൽപ്പനയും തീരുമാനമാണ്, അതിലാണോ നിങ്ങൾക്ക് ആശ്ചര്യം എന്ന് ചോദിക്കുന്നത് ആരോടാ? അതഅജബീൻ, പെണ്ണിനോടാണ്. അതഅജബ് എന്ന് പറഞ്ഞാൽ ആണിനോടാണ്. അതഅജബീൻ എന്ന് പറഞ്ഞാൽ പെണ്ണിനോടാണ്.
മഹദിയോട് ചോദിക്കുകയാണ്, മഹദി നിങ്ങൾ അത്ഭുതപ്പെടുകയാണ് ചോദിക്കണം. ആരോടാ ചോദിക്കണത്? സാറ അലൈഹി സ്വലാത്തു വസ്സലാം. മലക്കുകൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് സുവിശേഷവുമായി വന്നപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനൊക്കെ ഇസ്ഹാഖ് എന്ന കുട്ടി ഉണ്ടാകാൻ പോകുന്നു, ഇസ്ഹാഖിനെ തുടർന്ന് യാക്കൂബ് എന്ന പേരക്കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയുമായി വന്നപ്പോൾ സാറ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്താണ്? അള്ളാഹു പറയാണ്, എന്താണ്? ഫഅഖ്ബലത്ത് ഇംറഅതുഹു ഫീ സർറത്തിൻ ഫസക്കത്ത് വജ്ഹഹ എന്നൊക്കെ പറയല്ലേ. സാറ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ശബ്ദം ഉണ്ടാക്കി വന്നു എന്നാണ്. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല. അവരവരുടെ കവിളത്ത് ഇങ്ങനെ തച്ചു എന്നാണ്. കാരണം എന്താ? അവർക്ക് അത്ഭുതം. ഞാനൊരു കിളവിയായി വൃദ്ധയായിട്ട് ഇനി ഞാൻ പ്രസവിക്കുക, എൻ്റെ ഭർത്താവാകട്ടെ ബാലി ഷെയ്ഖൻ, പറ്റ കിളവനാണ്, പടുവൃദ്ധനാണ്. പടുവൃദ്ധനായ ഭർത്താവ്, ഞാനാണെങ്കിലോ ഒരു കിളവി, ഇനി ഞാൻ പ്രസവിക്കുകയോ എന്ന് അവർ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ പറയാണ്, അതഅജബീന മിൻ അംരില്ലാഹ്, അത് അള്ളാഹിൻ്റെ വിധിയാണ്, തീരുമാനം, കൽപ്പനയാണ്. അതിനാ നിങ്ങൾക്ക് അത്ഭുതം. റഹ്മത്തുല്ലാഹി വബറകാതുഹു, എന്താ പിന്നെ അലൈക്കും, എന്താ അലൈക്കും അഹ്ലൽ ബൈത്ത്, എന്താ അഹ്ലൽ ബൈത്ത്. ഇവിടെ അഹ്ലൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? സാറയാണ് അലൈഹിസ്സലാം അല്ലേ? എന്താ അഭിസംബോധന? അലൈക്കും. അപ്പോൾ അലൈക്കും എന്നുള്ള അഭിസംബോധനയിൽ ആരും പെടും? സ്ത്രീകൾ പെടും. പ്രത്യേകിച്ച് ഗൃഹനാഥ, ഭാര്യ, ഒരാളുടെ ഭാര്യ പെടും എന്നുള്ളതിന് വ്യക്തമായ രേഖയാണ് ഈ സാറ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ഒന്നായത്. അതുകൊണ്ട് തന്നെ ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാര് വരും? അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ വരും. അത് കട്ടായാണ്. ഒന്ന്, ഈ ആയത്തിൻ്റെ ക്രമം, അതിൻ്റെ അഭിസംബോധന തുടരുന്നത് ആരോടാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോടാണ്. രണ്ട്, അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രവാചക പത്നിയെ ഉദ്ദേശിച്ചിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ സാറ അലൈഹി സ്വലാത്തു വസ്സലാം, അതിലാർക്കും തർക്കമല്ല. അതുകൊണ്ട് ഏതായാലും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഉദ്ദേശമാണ്. പിന്നെ കും എന്നുള്ള ഈ അഭിസംബോധന അതിൽ സ്ത്രീകൾ ഉൾപ്പെടും, സ്ത്രീകൾ ഉൾപ്പെടും. അതാണ് ഈ ആയത്തിൻ്റെ, ഈ ആയത്ത് അറിയിക്കുന്ന അതിനുള്ള തെളിവ്. മനസ്സിലായില്ല? ഏതായാലും ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് എന്ന് വയുതഹിറക്കും തത്ഹീറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി എന്താണ് ഈ ആയത്തു തത്ഹീർ, പിന്നെ അഹ്ലുൽ ബൈത്ത്? അത് ഒരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നബി കുടുംബവുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ പിന്നെ അവരുടെ ഈ ശുദ്ധീകരണ വിഷയം, ഇതിൽ നിന്നാണ് ഇനി പിന്നെ ഈ ഷിയാക്കളുടെ ഇമാംമാരുണ്ടല്ലോ, അലി, ഹസൻ, ഹുസൈൻ, അലി അൽ അക്ബർ, അതേപോലെ തന്നെ അലി സൈനുൽ ആബിദീൻ, മുഹമ്മദുൽ ബാഖിർ, പിന്നെ മൂസൽ കാദിം, ജാഫർ സാദിഖ്, ഇങ്ങനെ തുടങ്ങി ഉള്ള അവരുടെ ഇമാംമാരുണ്ടല്ലോ. ആ ഇമാംമാരുടെ ഇസ്മത്ത്, അവരുടെ പിന്നെ ഇസ്മത്തിൻ്റെ വിഷയം, ഇങ്ങനത്തെ തുടങ്ങിയ വിഷയങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണത്. അതാണ് അവർ ഈ ആയത്തു തത്ഹീറിൻ്റെ വിഷയം. അതാണ്, അതിനാണ് ഷിയാക്കളത് കൊണ്ടുനടക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു മസ്അല, അതെന്താണ്, അതെങ്ങനെയാണ്, പിന്നെ അതിലുള്ള അവരുടെ വാദം എന്താണ്, അതിനുള്ള മറുപടി തുടങ്ങിയത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്.